Hello everyone, welcome to Kids Area Online. Class 2 English ഓണം എക്സാം ആണ് നാളെ. എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ആനിമൽസ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ള അനിമൽസിൻ്റെ പേരെഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. പസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ സ്പെല്ലിംഗ് അറിയണം. പസിൽ ചോദിക്കുമ്പോൾ ഈ ഓരോ അനിമലിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ അറിയണം. ഓക്കെ, അറിയാലോ? എന്താ ഇത്? ഫ്രോഗ്, FROG, ഫ്രോഗ് ആണ്. ANT, ant, rabbit, 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 rabbit. ഇതാരാണ്? മൗസ്, MOUSE, മൗസ്, മൗസ്. ഇതാരാണ്? സ്പാരോ, SPARROW, സ്പാരോ. ബട്ടർഫ്ലൈ, BUTTERFLY. അപ്പോൾ ഇതാരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഇത് മഷ്റൂം ആണ് കേട്ടോ. ഇതാരാണ്? ഫ്രോഗ്, FROG, ഫ്രോഗ്. ANT, ant, RABBIT, rabbit, rabbit. MOUSE, mouse. SPARROW, sparrow. BUTTERFLY, butterfly. അപ്പോൾ ഇതായിരുന്നു ഈ ആനിമൽസ്. സെലക്ട് ദി സ്യൂട്ടബിൾ സെന്റൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ദ പിക്ചർ. ഇവിടെ ആൻറ്റ് ഉണ്ട്, മഷ്റൂം ഉണ്ട്. ആൻറ്റും മഷ്റൂമും വരുന്ന സെന്റൻസ് ഏതാണ്? ദ ആൻറ്റ് made the mushroom an umbrella. The ant made the mushroom an umbrella. Okay. ഇവിടെ ഫ്ലൈ ഉണ്ട്, ആൻറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഫ്ലൈ എന്താണ്? നനഞ്ഞിരിക്കുവാണ്, മഴ പെയ്യുന്നുണ്ടോ? The butterfly was wet. She could not fly. ബട്ടർഫ്ലൈ എന്താണ്? ആകെ നനഞ്ഞിട്ട് പറക്കാൻ കഴിയുന്നില്ല, അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. The butterfly was wet. She could not fly. മൂന്നാമത്തേത് എന്താ? മൗസ് ഉണ്ട്, മൗസ് എവിടെയാ വരുന്നത്? ദാ ഇവിടെയുണ്ട് മൗസ്. ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. മൗസ് എന്ത് ചെയ്യാണ്? മഷ്റൂമിൻ്റെ അടിയിലോട്ട് കയറാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലേ? ഇതാരാ? സ്പാരോ. എവിടെയാണ് സ്പാരോ? ദ സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം. ഇവിടെ എന്താ വരിക? ദ സ്പാരോ ഇവിടെയാണ് വരുന്നത്. സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം. ഇതാരാണ്? റാബിറ്റ് വരുന്ന സെന്റൻസ് ഏതാ? ഇവിടെ. എ റാബിറ്റ് റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. മഷ്റൂം വലുതായപ്പോൾ ഇതാണ്. ലുക്ക് ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ? ഓരോ പിക്ചറിൽ ഓരോരുത്തരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും ഉള്ളതാണ് മഷ്റൂം വലുതായതാണ്. കളർ ദ ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം? ബട്ടർഫ്ലൈക്ക് കൊടുക്കാം. എന്നിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. എന്താ എഴുതേണ്ടത്? ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ആൻറ്റ് തന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ ആൻറ്റ്. ഫ്രോഗ് തന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഫ്രോഗ്. ഓക്കെ. ഇറ്റ് ഹാസ് 6 legs. ഇതിന് 6 കാലുകളുണ്ട്. എത്ര കാലുണ്ടെന്ന് നമുക്ക് എഴുതാം. ഏത് അനിമലാണോ തരുന്നത് അതിന് എത്ര കാലുണ്ടെന്ന് എഴുതണം. ഇറ്റ് ഹാസ് 6 legs. ഇനി ബട്ടർഫ്ലൈക്ക് പറക്കാൻ കഴിയല്ലേ? ദ ബട്ടർഫ്ലൈ ക്യാൻ ഫ്ലൈ. ബട്ടർഫ്ലൈക്ക് പറക്കാൻ കഴിയും.
ഇറ്റ്സ് വിങ്സ് ആർ കളർഫുൾ. ഇതിൻ്റെ ചിറകുകൾ മനോഹരമാണ്, പല വർണ്ണങ്ങളോട് കൂടിയതാണ്. ഇറ്റ് വിങ്സ് ആർ കളർഫുൾ. ഇറ്റ് വിങ്സ് ആർ കളർഫുൾ. ഇറ്റ് സക്സ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. പൂക്കളിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കുന്നു. ഇറ്റ് സക്സ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ഇറ്റ് സക്സ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈയെ കുറിച്ച് എങ്ങനെയാണ് വിവരിച്ചെഴുതുന്നത് മനസ്സിലായല്ലോ, ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഇത് എന്താണെന്ന് എഴുതി. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇറ്റ് ഹാസ് 6 legs. ദ ബട്ടർഫ്ലൈ ക്യാൻ ഫ്ലൈ. ഇറ്റ്സ് വിങ്സ് ആർ കളർഫുൾ. ഇറ്റ് സക്സ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഓക്കെ. ഇനി ആൻറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ആൻ ആൻറ്റ്. This is an ant. There are big ants and small ants. വലിയ ഉറുമ്പുകളും ഉണ്ട്, ചെറിയ ഉറുമ്പുകളും ഉണ്ട്. There are big ants and small ants. ഇനി ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? There are red, brown and black ants. ചുവന്ന ഉറുമ്പുകളുണ്ട്, തവിട്ട് നിറത്തിലുള്ള ഉറുമ്പുകളുണ്ട്, കറുത്ത ഉറുമ്പുകളുണ്ട്. There are red, brown and black ants. Ants carry their food. ആൻസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫുഡ് കൊണ്ടുപോകുന്നല്ലേ. ആൻസ് ക്യാരി ദെയർ ഫുഡ്. ആൻസ് ബൈറ്റ്. ഉറുമ്പ് കടിക്കും. ആൻസ് ബൈറ്റ്. ആൻസ് ലൈക്ക് സ്വീറ്റ് ഫുഡ്. ആൻറ്റിന് എന്താ ഇഷ്ടം? സ്വീറ്റ് ഫുഡാണ് ഇഷ്ടം. ആൻസ് ലൈക്ക് സ്വീറ്റ് ഫുഡ്. അപ്പോൾ ആൻറ്റിനെ കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ആൻ ആൻറ്റ്. There are big ants and small ants. There are red, brown and black ants. Ants carry their food. Ants bite. Ants like sweet food. Add more lines. ഇവിടെ നോക്കിയേ, ഇതൊരു കേക്കാണ്. Here is a cake. Looks so colorful. Flowers on it all. Who wants the cake? Okay. അടുത്തെന്താ എഴുതേണ്ടത്? Here is a cake. Looks so colorful. ഇവിടെ ഉള്ളതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ അവിടെ നമ്മൾ മാറ്റി എഴുതണം. ഫ്ലവേഴ്സിൻ്റെ ഇവിടെ എന്താണ്? സ്റ്റാർ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Stars on it all. Who wants the cake? ഇനി അടുത്ത നമുക്ക് ഫ്ലവേഴ്സിൻ്റെ സ്ഥലത്ത് സ്ട്രോബെറി എഴുതാം. Here is a cake. Looks so butterful. അടുത്ത എന്ത് എഴുതാം? Looks so colorful. Strawberries on it all. Who wants the cake? ഇനി ഇവിടെ ചെറി ഉണ്ട്. Here is a cake. Looks so colorful. Cherries on it all. Who wants the cake? അപ്പോൾ ആഡ് മോർ ലൈൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലൈൻസ് എന്ത് തന്നെയായിരിക്കും? ചില ലൈൻസ് സെയിം തന്നെയായിരിക്കും അടുത്ത് വരുന്നുണ്ടാവുക. 1-2 വാക്കുകൾ മാറ്റി എഴുതാനായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ആൻഡ് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താ ഇഷ്ടം? അപ്പോൾ എന്തായിരിക്കും പറയുക? ബട്ടർഫ്ലൈ എന്തായിരിക്കും പറയുക? പൂന്തേനല്ലേ ഇഷ്ടം? ഐ ലൈക്ക് നെക്ടർ. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താ ഇഷ്ടം? ഐ ലൈക്ക് നെക്ടർ. ഇതാ അടുത്ത് ചോദിക്കുവാണ്, ബട്ടർഫ്ലൈ ചോദിക്കുവാണ്, ഡു യു ലൈക്ക് ക്യാരറ്റ്? നിനക്ക് ക്യാരറ്റ് ഇഷ്ടമാണോ? എനിക്ക് ക്യാരറ്റ് ഇഷ്ടമാണോ? നോ നോ, ഐ ഡോണ്ട് ലൈക്ക് ക്യാരറ്റ്. ഐ ലൈക്ക് ചീസ്. നോ, ഐ ഡോണ്ട് ലൈക്ക്. ഇത് ലൈക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് എന്ന് പറയണം, ഇഷ്ടമല്ലെങ്കിൽ ഡോണ്ട് ലൈക്ക് എന്ന് പറയണം. ഓക്കെ. ഐ ഡോണ്ട് ലൈക്ക് ക്യാരറ്റ്. എന്താണ് ഇഷ്ടം? ഐ ലൈക്ക് ചീസ്. അപ്പോൾ ഇവിടെ നോക്കി, റാബിറ്റ് പറയുവാണ് ഐ ലൈക്ക് ക്യാരറ്റ്. എനിക്ക് ക്യാരറ്റ് ഇഷ്ടമാണ്. അപ്പോൾ ക്യാരറ്റ് എന്തായിരിക്കും റാബിറ്റിനോട് ചോദിച്ചിട്ടുണ്ടാവുക? ഐ ലൈക്ക് ഷുഗർ. വാട്ട് ഡു യു ലൈക്ക്? എനിക്ക് ഷുഗർ ഇഷ്ടമാണ്. നിനക്ക് എന്താ ഇഷ്ടം? വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഡു യു ലൈക്ക്? എനിക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെയാണ് പറയുക? ഐ ലൈക്ക് എന്താണെന്ന് പറയാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് എങ്ങനെയാണ് പറയുക? ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എഴുതുമല്ലോ. ഇനി സെലക്ട് ദ കറക്റ്റ് ഡയലോഗ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫോക്സ് പറയുന്നത് എന്താ? ഹാവ് യു സീൻ എ റാബിറ്റ്? റാബിറ്റിനെ കണ്ടോ എന്ന് ചോദിക്കണം. ഹാവ് യു സീൻ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഹാവ് യു സീൻ എ റാബിറ്റ്? അപ്പോൾ സ്പാരോ എന്താ പറയുക? നോ ഐ ഡിഡിൻറ്റ്. നോ ഐ ഡിഡിൻറ്റ്. അപ്പോൾ ഫോക്സ്, ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ അവനെ പിടിക്കും. ഐ വിൽ ക്യാച്ച് ഹിം. ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? ഇവിടെയുണ്ട്. ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? മഷ്റൂമിൻ്റെ അടിയിൽ ഒരു റാബിറ്റിന് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താ ഫോക്സ് പറയുന്നത്? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. പക്ഷേ എനിക്ക് റാബിറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയുക. സ്മെല്ല് എനിക്ക് കഴിയും. സ്മെല്ല് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആര് പറയുന്നു? ഫോക്സ് പറയുന്നു. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് ഡയലോഗ്സ് നൽകിയിട്ടുണ്ട്. ഈ ഡയലോഗ്സ് എന്ത് ചെയ്യണം?
ദാ ഈ കോളത്തിൽ ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യണം? എഴുതുക. ഇവിടെ ഫോക്സ് ചോദിക്കുകയാണ് റാബിറ്റിനെ കണ്ടോ, ഹാവ് യു സീൻ എ റാബിറ്റ്? അപ്പോൾ സ്പാരോ പറഞ്ഞു നോ ഐ ഡിഡ്, ഞാൻ കണ്ടില്ല. അപ്പോൾ എന്താ ചോദിക്കുന്നത്? ഐ വിൽ ക്യാച്ച് ഹിം, ഞാൻ അവനെ പിടിക്കും. അപ്പോൾ എന്താ മൗസ് പറയുന്നത്? ക്യാൻ യു റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? ഒരു മഷ്റൂമിൻ്റെ അടിയിൽ റാബിറ്റിന് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഫോക്സ് എന്ന് പറഞ്ഞു ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്, എനിക്ക് റാബിറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയുകയാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഐ ലീവ് ഇൻ ദ പോണ്ട്. ഐ ആം ഗ്രീൻ. ഐ ഹോപ്പ്. ഹൂ ആം ഐ? ഞാൻ കുളത്തിലാണ് താമസിക്കുന്നത്, എനിക്ക് പച്ച നിറമാണ്, ഞാൻ ചാടും. ഹൂ ആം ഐ? ഫ്രോഗ്. ആൻസർ ഈസ് frog. I have tail. I have long ears. I like to eat carrots. Who am I? എനിക്ക് വാലുണ്ട്, എനിക്ക് നീളമുള്ള ചെവിയുണ്ട്, എനിക്ക് ക്യാരറ്റ് ഇഷ്ടമാണ്, ഞാൻ ആരാ? റാബിറ്റ്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും നിങ്ങളോട് റിഡിൽസ് ഉണ്ടാക്കാൻ പറയും, ഇതുപോലെ ഉണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ ആൻസർ ചോദിക്കും. എങ്ങനെയായാലും എഴുതാൻ അറിയാലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ആം ബിഗ്. ഐ ഹാവ് 4 legs. ഐ ഹാവ് എ ട്രങ്ക്. ഹൂ ആം ഐ? ഞാൻ വലുതാണ്, ഐ ആം ബിഗ്. എനിക്ക് 4 കാലുണ്ട്, ഐ ഹാവ് 4 legs. എനിക്ക് തുമ്പിക്കൈയുണ്ട്, ഐ ഹാവ് എ ട്രങ്ക്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? എലിഫൻ്റ് ആണ്. ഐ ഹാവ് 2 wings. എനിക്ക് 2 ചിറകുണ്ട്. ഐ ലൈക്ക് ഹണി. എനിക്ക് തേൻ ഇഷ്ടമാണ്. ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയും. ഹൂ ആം ഐ? ആരാ? ബട്ടർഫ്ലൈ. ബി എന്ന് എഴുതിയാൽ ശരി. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ബട്ടർഫ്ലൈ. ഓക്കെ. 9ാമത്തെ ആക്ടിവിറ്റി, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്. ഡിഫറൻസ് കണ്ടെത്താൻ പറയണേ. ഇവിടെ എത്ര ആൻസ് ഉണ്ട്? നിറയുണ്ട്. ഇവിടെയോ? ഒന്നേ ഉള്ളൂ. ഇവിടെ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്? ഒന്നുണ്ട്. ഇവിടെയോ? നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇവിടെ എവിടെയാണ്? മഷ്റൂമിൻ്റെ മുകളിലാണോ താഴെയാണോ ഫ്രോഗ്? താഴെയാണ്. ഇവിടെയോ? മുകളിലാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. അടിയിലാണെങ്കിൽ എന്ത് പറയണം? അണ്ടർ ദ മഷ്റൂം. ഇവിടെയോ? ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം. മുകളിലാണെങ്കിൽ എന്ത് പറയണം? ഓൺ എന്ന് പറയണം. ഇവിടെ അണ്ടർ, ഇവിടെ ഓൺ. ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം. ഇനി അടുത്ത് എന്ത് പറയാം? there is only one butterfly. ഇവിടെ ഒരേ ഒരു ബട്ടർഫ്ലൈയേ ഉള്ളൂ. ഇവിടെയോ? there are 3 butterflies. there are 3 butterflies. ഇവിടെ there is only one butterfly. ഇവിടെ there are 3 butterflies. ഇനി എന്താ നോക്കാം? there are many ants. ഇവിടെ നിറയെ ഉറുമ്പുണ്ട്. there are many ants. ഇവിടെയോ? there is only one ant. there is only one ant. ഓക്കെ. അപ്പോൾ എല്ലാവരും എക്സാമിന് നല്ലതുപോലെ പഠിക്കുക. Okay children, all the best. Bye bye. Thank you.